ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള KFC ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അറിയാം. നമ്മൾ കുറേ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടതില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ വെള്ളം ഒന്ന് വാർന്നെടുക്കാം കേട്ടോ, വെള്ളത്തോടെ ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്ത. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെയുള്ളതിലോട്ടൊക്കെ പേസ്റ്റാക്കി ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണയിൽ വഴറ്റുന്നതിന് നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ഏറ്റവും നല്ലത്. അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി 1 മണിക്കൂർ എന്തായാലും മാറ്റി വെക്കാം. പറ്റുമെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണ്. അപ്പോൾ ഒനിയൻ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നല്ലോണം ഉണക്കിയിട്ട് അത് പിന്നെ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒരിക്കലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിൽ ജസ്റ്റ് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പൗഡറിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഓരോ പീസും ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് ഒന്ന് നിരത്തി വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കന് മൊത്തം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുണ്ടാക്കിയ ഒരു മൈദ മിക്സും ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്, കുറച്ച് ബാലൻസ് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്കിതൊരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പും കൂടി നോക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 100 ഗ്രാം കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഓട്സിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കോൺഫ്ലെക്സ് എടുക്കുമ്പോഴാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കന്, മൈദയിലൊക്കെ കോട്ടിങ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ ഇത് ഈ ഒരു പാൽ മിക്സ്, പാലും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചല്ലേ, ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു കോൺഫ്ലെക്സിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ എല്ലാ ചിക്കനും ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു നനഞ്ഞ കൈ കൊണ്ട് തന്നെ കോൺഫ്ലെക്സ് ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക. ഒന്ന് കൈയൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ കോട്ടിങ് ചെയ്തെടുക്കാൻ. അത് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കട്ട്ലറ്റ് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ മൊത്തം അങ്ങ് ആകെ നനഞ്ഞിട്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കോട്ടിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്ന് കൈ ഡ്രൈ ആക്കിയിട്ടാണ് ഇതുപോലെ കോട്ടിങ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം ചിക്കൻ ഇതുപോലെ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് മൊരിഞ്ഞ് വരും, പക്ഷേ അകത്തൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കളറൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പാകത്തിന് നമുക്ക് കാണാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, കഴിക്കാനും നല്ല പാകത്തിന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ള സൈസാണെങ്കിൽ നമുക്ക് 1 കിലോ ചിക്കൻ ഒരു 14-15 എണ്ണമൊക്കെ കിട്ടുന്നുണ്ട്. വലിയ പീസസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 8-10 മാത്രമേ കിട്ടുള്ളൂ, നല്ലോണം വലിയ പീസാണെങ്കിൽ. അപ്പോൾ ഈ ഒരു KFC ചിക്കൻ ഞാൻ കുറേ മുമ്പ് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വർഷം മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു KFC ചിക്കന്. അപ്പോൾ അതിൽ സൗണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു, സബ് ടൈറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.